ന്യൂസ് ബസ് പോകുന്നത് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയത്തിലേക്കാണ്. നീതിബോധവും അപരസ്നേഹവും മനുഷ്യത്വവും അല്പമുണ്ടെങ്കിൽ ബാക്കിയുള്ള ആർക്കും സ്വസ്ഥതയോടെ ജീവിക്കാനാകാത്ത ഭീകരാവസ്ഥയാണ് ഗാസ സമ്മാനിക്കുന്നത്. തലയും ഉടലുമറ്റ് ചിന്നിച്ചിതറിക്കിടക്കുന്ന അനേകായിരം കുഞ്ഞു ശരീരങ്ങളെ കുഴിമാടങ്ങളിലേക്ക് പേറേണ്ടി വന്ന ദുരന്ത ഭൂമിയാണത്. മരുന്നിനും ഭക്ഷണത്തിനും വരി നിൽക്കുന്നവരിലേക്ക് വന്നു വീഴുന്നതാകട്ടെ റോക്കറ്റ് മിസൈലുകളാണ്. ഗാസയിലെ വംശഹത്യാ മുനമ്പിൽ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങൾ വിശപ്പ് സഹിക്കവയ്യാതെ നിലവിളിക്കുമ്പോൾ താൻ എങ്ങനെ പിറന്നാൾ സദ്യ ഉണ്ണുമെന്ന ചോദ്യത്തിലൂടെ ഈ കാലത്തിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ച എഴുത്തുകാരിയാണ് പ്രൊഫസർ എം ലീലാവതി. അറിവും ആത്മബലവും പകർന്ന എത്രയോ തലമുറയുടെ അകക്കണ്ണ് തുറപ്പിച്ച മഹാഗുരുനാഥ, മലയാള മണ്ണിന് ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്ന ആ മഹാ എഴുത്തുകാരി പോലും 98-ാം വയസ്സിലും ശക്തമായ സൈബർ അതിക്രമത്തിനും വിദ്വേഷ പ്രചാരണത്തിനും ഇരയാകേണ്ടി വരുന്ന നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശന്നു മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പോലും ഹീനമായ ഭാഷയിൽ വേട്ടയാടുന്ന വിദ്വേഷ രാഷ്ട്രീയം എഴുത്തുകാരെ പോലും ആക്രമിക്കുകയാണോ? മനുഷ്യത്വത്തിന്റെ മഹനീയ സ്വരങ്ങളെ പോലും വേട്ടയാടാൻ വിദ്വേഷ സംഘങ്ങൾക്ക് ധൈര്യം ലഭിക്കുന്നത് എങ്ങനെയാണ്? ന്യൂസ് ബസ് ചോദിക്കുന്നു, ലീലാവതി ടീച്ചറുടെ വാക്കുകളെ ആരാണ് ഭയക്കുന്നത്?